എന്തുകൊണ്ടാണ് ഡിവൈഎസ്പിമാരുടെ സ്ഥലം മാറ്റത്തിൽ കോൺഗ്രസ് തൃപ്തരാകാത്തത്? കോൺഗ്രസ് പറയുന്നത് തങ്ങളുടെ പരാതിയിലുള്ള ഒരു നടപടിയായി അല്ല ഇതിനെ കാണേണ്ടത്. പകരം ഈ ജനറൽ സ്ഥലമാറ്റമാണ്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സ്ഥലമാറ്റം. 23 ഡിവൈഎസ്പിമാർക്കാണ് സംസ്ഥാനത്ത് സ്ഥലമാറ്റമുള്ളത്. അതിൽ 2 പേർ വടകര, പേരാമ്പ്ര ഡിവൈഎസ്പിമാരാണ്. അങ്ങനെ ഒരു സ്ഥലമാറ്റം മാത്രമായിട്ടാണ് കാണേണ്ടത്. പകരം ഷാഫി പറമ്പിൽ എം പിയെ മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേരത്തെ തന്നെ ഉയർത്തിയതാണ്. ആ ഒരു പരാതിയിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. IG കണ്ട ഇക്കാര്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ദിവസത്തിനകം ഈ പോലീസുകാരനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് IG അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 5 ദിവസം കാത്തു നിൽക്കും. അതിനുശേഷം നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇന്ന് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, കോഴിക്കോട് DCC പ്രസിഡന്റാണ്, ഈ നടപടിയിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഏതായാലും 23 ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റിയതിൽ വടകര, പേരാമ്പ്ര ഡിവൈഎസ്പിമാർ കൂടി സ്ഥലമാറ്റം ഉണ്ടായിട്ടുണ്ട്. വടകര ഡിവൈഎസ്പി ആർ ഹരിപ്രസാദിനെ കോഴിക്കോട് സിറ്റി ക്രൈംബ്രാഞ്ച് ACP ആയും അതുപോലെ N സുനിൽകുമാറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP യുമായാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഈ നടപടി ഈ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന തരത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അത് ജനറൽ സ്ഥലം മാറ്റം മാത്രമാണ്, അല്ലാതെ തങ്ങളുടെ പരാതിയിലുള്ള ഒരു നടപടിയായി ഇതിനെ കാണാനാകില്ല. ഈ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടി മാത്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇനി ഈ പോലീസുകാരനെതിരെ, അതായത് ഷാഫി പറമ്പിൽ എം പിയെ മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം പറയുന്നത്. നോഫൽ.